പ്രഘോഷണത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ പ്രഘോഷണത്തിൽ നിങ്ങളുടെ കണ്ടന്റ് എന്താണ്? പഴയ ഹിറ്റായ പാട്ടുകളെല്ലാം പാരാഫ്രൈസ്ഡ് വേർഷനാണ് ഈ പ്രാവശ്യത്തെ മാരാമൺ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. മൗലികമായതോ നൂതനമായതോ ഒരു ചിന്തയും ഒരു സ്പിരിച്വാലിറ്റിയുടെ സ്പാർക്ക് പോലും അതിനകത്തില്ല. വളരെ ആദരണീയനായ തിയഡോഷ്യസ് തിരുമേനി, അതുപോലെ മാർത്തോമാ സഭയിലെ മറ്റ് തിരുമേനിമാർ, കടലാസും പേനയും ഒക്കെ ഉള്ള ഒരുപാട് മെത്രാച്ചന്മാരുള്ള സഭയാണ്. ഞാൻ കടലാസും പേനയും ഉദ്ദേശിച്ച വിദ്യാഭ്യാസമുള്ള. നിങ്ങൾ ഈ വർഷം ഒന്ന് ഒരു വർഷം ചിന്തിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? മാർത്തോമാ സഭയിലെ മെത്രാച്ചന്മാര് മാരാവണ്ടി പന്തലിട്ട് സത്യം വിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ വിൽക്കുന്ന സാധനം കൊള്ളാവോ എന്ന് ഞങ്ങൾ നോക്കും. അതിലൂടെ കുരുപൊട്ടിട്ടൊന്നും കാര്യമില്ല. യാക്കോക്കാർ വിൽക്കുന്നുണ്ട്, ഓർത്തഡോക്സുകാരെക്കാളും ഗംഭീരമായിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ ഓതി പിള്ള കിറിഞ്ഞ് യാക്കോക്കാർ കൺവെൻഷൻ നടത്തുന്ന ഓരോ വർഷം കഴിയുന്നത് അവരുടെ ആൾ ബന്ധക്കോസ്റ്റോട് പോയിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഇങ്ങോട്ടൊന്നും വരും വരുന്നത്. യാക്കോബായ സഭയിൽ നിന്നും മാർത്തോമാ സഭയിൽ നിന്നും ഒക്കെ പെന്തക്കോസ്റ്റിലോട്ട് ആളുകളെ ഇറക്കി വിടാനുള്ള ഗോമണി ചാരി വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കൺവെൻഷൻ. ഞാൻ പറഞ്ഞു, സുറിയാനി സഭ നടത്തേണ്ട കൺവെൻഷൻ അല്ല, പെരുന്നാളാണ്. നിങ്ങൾ 136 കൊല്ലമായിട്ട് കൺവെൻഷൻ നടത്തുന്നു, പരമ്പരാഗതമായിട്ട് തലമുറയായിട്ട് പാടുന്ന കുറെ പെമ്പിള്ളേർ പാടുന്നുണ്ട് മാരാമണി. അപ്പൊ നിങ്ങൾ തലമുറയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഗോസ്പൽ, വാട്ട് ഈസ് യുവർ ഗോസ്പൽ? മാർത്തോമാക്കാരുടെ ഗോസ്പൽ എന്താണ്? ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തായി അറിയുന്നു? നമ്മുടെ ഗോസ്പൽ എന്താണ്? ക്രിസോസ്റ്റം തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ന് പറയാൻ തിരുമേനി പറഞ്ഞാൽ കൊള്ളാമല്ലോ, അത് നമുക്കൊന്ന് ചിന്തിക്കണം. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പിടിപിടിച്ച് ഒറ്റ മാസം കൊണ്ട് മുഴുവൻ ആളുകളെ സുവിശേഷി കരിച്ചെടുക്കാം. പിന്നെ ഈ കൺവെൻഷൻ നടത്തണ്ടല്ലേ? ഒരു പ്രഹസനമല്ലേ സജി? പ്രഹസനം. നിങ്ങൾ എന്തുകൊണ്ട് തേങ്ങാക്കി പന്തലിട്ട് നടത്തുന്നത്? എന്തിനാണ് നടത്തുന്നത്? ആരെങ്കിലും എന്തെങ്കിലും അറിയിക്കാനാണോ? അറിയിക്കാനാണെങ്കിൽ കാര്യം പറ, നമുക്ക് അറിയിക്കാം, അതിനുള്ള പണി നോക്കാം. ഒന്നുമില്ല, കുറച്ച് ഇക്ലിക്കഥ, കുറച്ച് നുണക്കഥ, പിന്നെ മേമ്പടിയായിട്ട് തല്ലേരിയ. ഇതാണ് ബന്ധക്കോസ്തുകാർ. അതിന്റെ മാർത്തോമാക്കാരും പറയുന്നു, ഇത് ആണോ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം? കാരണം നിങ്ങൾ പണത്തെയാണ് സേവിക്കുന്നത്. ഐ ആം എക്സ്ട്രീംലി സോറി ടു സേ ദിസ്. നിങ്ങൾ ദൈവത്തെ അല്ല സേവിക്കുന്ന മാമോനെയാണ്. യാക്കോക്കാരുടെ വക മാമാൻ കൊണ്ടായിരുന്നു പുത്തൻകുരിശില്. വളരെ മോശം. ഞാനിപ്പോൾ മാർത്തോമാക്കാരുടെ കൺവെൻഷന്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പക്ഷം പിടിച്ച് പറയാന്ന്, അത് കാരണം അത് പറഞ്ഞ കാര്യം ഞാൻ തന്നെ പറഞ്ഞു. അവിടെ ഒരുപാട് വൃത്തികെട്ടന്മാർ പാട്ടപിരിവ് നടത്തുന്നുണ്ട്, സെന്റ് പോൾസ്. അപ്പം മുതുകുറ്റി ചന്ദ്രന്റെ ചുറ്റികയുമായിട്ട് കറങ്ങി തിരിയേണ്ടവരാണോ മാർത്തോമാ സഭക്കാർ? ആണോ? നിങ്ങൾക്ക് അതിന്റെ ഗതികളുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ ചുറ്റുപാടുണ്ട്, അന്തസ്സുണ്ട്, നല്ല കഴിവുണ്ട്, മിക്ക ആൾക്കൊക്കെ വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ജോലിയില്ല ബിസിനസ്സുണ്ട്, ബിസിനസ്സിലെ കൃഷിയുണ്ട്, എന്തെങ്കിലും വരുമാനമുണ്ട്, അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു സഭയല്ലേ മാർത്തോമാക്കാർ? ഈ നാണം കെട്ട തട്ടിപ്പും വൃത്തികേടും പന്തൽ കെട്ടി കാണിക്കാൻ നിനക്കൊക്കെ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പക്ഷേ ഗതികെട്ടന്മാരാണ് നോക്കാം. യാത്രക്കാരുടെ ഗതികെട്ടന്മാരാണ്. അമാർ അവിടെ സെന്റ് പോൾസ് എന്നൊക്കെ പറഞ്ഞ് പാട്ടപിരിവ് നടത്തി കുറെ വൃത്തികെട്ടന്മാർ നടക്കുന്നുണ്ട്. അത് ഓട്ടെ. അങ്ങനെയാണോ മാർത്തോമാക്കാർ? സുവിശേഷം എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദെയർ മെസ്സേജ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദിസ് ഗോസ്പൽ, വാട്ട് ഈസ് ദ ഗോൾ ഓഫ് ദിസ് പ്രൊക്ലമേഷൻ. അപ്പൊ ഈ പ്രഘോഷണത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ പ്രഘോഷണത്തിൽ നിങ്ങളുടെ കണ്ടന്റ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവമായിട്ട് വിലയിരുത്തണം. ഞാൻ മാർത്തോമാ സഭയുടെ ചുമതലയിൽപ്പെട്ടവര് ചിന്തിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ കൺവെൻഷൻ അത്രമാത്രം പേരും പെരുമയും ഉണ്ട്. മാരാമൺ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുസ്ലിങ്ങൾക്ക് ഹജ്ജിന് പോകുന്ന പോലെയാണ് മാർത്തോമക്കാര് മാരാമണിന് പോകുന്നത്. ഹജ്ജിന് പോയച്ച് വന്നവർക്ക് ഹാജിയാര് എന്ന് പേരുണ്ട്. അതുപോലെ ഒരു ഹജ്ജ് കർമ്മം തന്നെയാണ് ഈ ഓരോ വർഷവും മാരാമണിന് പോവുക, ഹജ്ജിന് പോകുന്ന പോലെയാണ്. ആ ഒരു ഫീലൊക്കെ ഉണ്ട്, ആ ഒരു സാറ്റിസ്ഫാക്ഷനും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ നടത്തുന്ന കൺവെൻഷനിൽ എന്താണ് പറയുന്നത്, എന്താണ് പാടുന്നത്, വാട്ട് ഇസ് എ കണ്ടന്റ്, എന്താണ്? ഇപ്പം മാർത്തോമാ സഭയുടെ ചുമതലപ്പെട്ടവർ ഈ വർഷം മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ് ഇനി ഒരു വർഷമുണ്ട് അടുത്ത കൺവെൻഷന്. നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾ എന്താണ് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നാട്ടുകാരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഈ മാരാമൺ കൺവെൻഷന്റെ പ്രസംഗങ്ങളും അല്ലെങ്കിൽ അതിന്റെ പാട്ടുകളും 16 പാട്ട് പുതിയ പാട്ടെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കാണാം. ഇതിന്റെ കണ്ടന്റ് ഒക്കെ പാട്ടുകളൊക്കെ വളരെ ദരിദ്രമാണ്, വളരെ ചീപ്പ് ഇമിറ്റേഷൻ ആണ്. പഴയ ബന്ധക്കോസ്തുകാരുടെ ഒരു പാട്ടുണ്ട്, കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നും മെഴുകുപോൽ ഉരുക്കണമേ. ബന്ധക്കോസ്തുകാർ എഴുതിയാണ്, മാരാമണി നേരത്തെ പാടിയിട്ടുള്ളതാണ്, ആത്മസന്തോഷം കൊണ്ട്. അതിന്റെ തന്നെ വേറൊരു വേർഷൻ, കല്ല് പോലെയുള്ള ഉള്ള മെഴുകു പോലെ എന്നുള്ളത് പാട്ട്, ശില പോലെയുള്ള ഹൃദയം ഹിമം പോലെ ഉരുക്കണം എന്നൊക്കെ ആക്കിയിട്ടുണ്ട്. ഈ പാട്ട് എഴുതുന്നവർക്ക് എഴുതിയാൽ മതി. ഹിമമൊക്കെ ഉരുകാൻ ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ഹിമമൊന്നും അത്ര പെട്ടെന്ന് ഉരുകത്തില്ല. അപ്പൊ അത് വേറൊരു തമാശ. കല്ലിനേക്കാളും കട്ടിയിലാണ് ഹിമം പെയ്യുന്നിടത്ത് കിടക്കുന്നത്. അപ്പം ഹിമത്തിൽ വീണ് തന്നെ എത്ര പേർക്ക് അപകടം ഉണ്ടാകും. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇതൊക്കെ വെറും ഇമിറ്റേഷൻ ആണ്, വളരെ ചീപ്പ് സെന്റിമെന്റൽസ് ഒക്കെയാണ് ഈ പാട്ടിനകത്ത്. പഴയ ഹിറ്റായ പാട്ടുകളെല്ലാം പാരാഫ്രൈസ്ഡ് വേർഷനാണ് ഈ പ്രാവശ്യത്തെ മാരാമൺ കൺവെൻഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. മൗലികമായതോ നൂതനമായതോ ഒരു ചിന്തയും ഒരു സ്പിരിച്വാലിറ്റിയുടെ സ്പാർക്ക് പോലും അതിനകത്തില്ല. പിന്നെ പരിശുദ്ധാത്മാവെ വരണമേ, സഹായിക്കണമേ, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന കണ്ടു. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഒരു ഏത് തിയോളജിയിലാണ് അവർ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയത്തില്ല. മാർത്തോമാക്കാരാണ് മറുപടി പറയേണ്ടത്. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവെ വന്ന് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അപചയമാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ് നിങ്ങൾ അവതരിപ്പിക്കുന്ന സുവിശേഷം? എന്താണ്?
ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ യൂട്ടിലിറ്റി ഗോസ്പൽ ആണ്. യൂട്ടിലിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു കർത്താവ്. നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പണ്ടൊരു മുക്കുവൻ അവനൊരു കുടം കിട്ടി, കുടം തുറന്നപ്പോൾ അതിൽ നിന്നൊരു ഭൂതം പുറത്തു വന്നു. നമ്മുടെ കുട്ടിക്കാലത്തെ ഫാന്റസിയാണ്. ആ സ്റ്റോറിയൊക്കെ നമുക്കൊത്തിരി ഭാവനകളെ ഇങ്ങനെ വളർത്തും. അല്ലെ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് ഇങ്ങനെ ഉരസി കഴിയുമ്പോൾ ഒരു ഭൂതം പുറത്തു വരികയാണ്. അപ്പൊ ഈ ഭൂതം നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഒരു തണ്ണിമത്തങ്ങ വേണം എന്ന് പറയുമ്പോൾ ഭൂതം നല്ലൊരു തണ്ണിമത്തങ്ങ കൊണ്ട് തരും. അതുകൊണ്ട് ഭൂതം പോകും. അപ്പൊ ഇങ്ങനെ ഈ എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ഇങ്ങനെ ഉരയ്ക്കുന്ന വിളക്കിൽ നിന്ന് പുറത്തു വരുന്ന നമ്മുടെ താല്പര്യങ്ങളൊക്കെ സാധിപ്പിക്കുന്ന, നമ്മുടെ ഹിതങ്ങളൊക്കെ നിവർത്തിക്കുന്ന, നമുക്ക് ഉപകാരങ്ങളെ ചെയ്യുന്ന, അത്യാവശ്യം നമ്മുടെ ശത്രുവിന്റെ മൂക്കിന് ഒരു ഇടി കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ സ്വകാര്യമായി താലോലിക്കുന്ന ഒരു സ്വപ്നമാണ് അത്തരത്തിലുള്ള ഒരു സ്വകാര്യ ഭൂതം സ്വന്തമായിട്ട്. ഈ തീം എത്രയോ 1000 വർഷമായിട്ട് മനുഷ്യനെ രമിപ്പിക്കുന്നതും പ്രമോദിപ്പിക്കുന്നതുമാണ്. പാസ്റ്റർ പ്രസംഗിക്കുന്നത് തന്നെ ഇന്ന് ചിലതൊക്കെ ഇവിടെ നടക്കും എന്നാണ്. അപ്പൊ ജനൻ ഗെറ്റിംഗ് റെഡി ഫോർ ദാറ്റ്, ഗെറ്റ് റെഡി ടു റിസീവ് യുവർ മിറക്കിൾ. അപ്പൊ നമ്മുടെ ഈ കുടത്തിലെ ഭൂതമായാലും വിളക്കലെ ഭൂതമായാലും, അപ്പൊ വിളക്കൽ ഉരച്ച് ഭൂതം വരുന്നു, കുടം തുറക്കുമ്പോൾ ഭൂതം വരുന്നു. അപ്പൊ ഇത് പരിശുദ്ധാത്മാവാണ് ഇപ്പൊ റോള്. മാർത്തോമാക്കാർ പറഞ്ഞ പരിശുദ്ധാത്മാവ് വന്ന് എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. ഇതാണ് ഒരു പ്രതീതി. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയല്ലോ എന്ന് ഓർത്താൽ ആള് കൂടുന്നത്. കാരണം ബിരിയാണി ഇല്ലെന്ന് വിളമ്പുന്നവർക്കും അറിയാം, അനൗൺസ് ചെയ്തവർക്ക് അറിയാം, നോട്ടീസ് അടിച്ചവർക്ക് അറിയാം. പരിശുദ്ധാത്മാവ് മാരാമണിൽ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ലെന്ന് സകല മാർത്തോമാക്കാർക്ക് അറിയാം, മാർത്തോമാ തിയോഡോഷ്യസിനും അറിയാം. അവിടെ ഒന്നും സംഭവിക്കില്ല. പക്ഷെ എന്നാലും ഇതങ്ങ് പറഞ്ഞു വരുത്തി കഴിയുമ്പോൾ ആളുകൾക്ക് സംശയം, ഇനി എങ്ങാനും വല്ലതും വന്നാലോ ആത്മാവ്, കുമ്പനാട് വഴി ആത്മാവ് പോയ ആത്മാവിന്റെ വരെ കൂമ്പിനിടിക്കും IPC-കാർ. അപ്പൊ അതുവഴിയൊന്നും ആരും വരത്തില്ല, ഒന്നും നടക്കത്തുമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പിന്നെ ഈ മനുഷ്യന്റെ ഉള്ളിലുള്ള നൈസർഗികമായ ആ ഒരു വൈകാരിക അഭിനിവേശം എന്തിനോടാണ്? ഇത്തരത്തിലുള്ള ഒരു മിറക്കിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ജിന്ന്, ഇങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടേ, അത് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫാന്റസിയാണ്. എല്ലാ ആളുകളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ നമ്മുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന, നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളെ മാറ്റുന്ന ഇത്തരത്തിൽ നമുക്കൊരു സ്വന്തമായ സ്വകാര്യ ഭൂതം, നല്ല പേരല്ലേ, ഒരു സ്വകാര്യ ഭൂതത്തിന് വേണ്ടിയുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഇതാണ് പ്രാർത്ഥനയായിട്ടും ഒക്കെ രൂപപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മ്ലേച്ഛമായ, ഹീനമായ, അധമമായ, മൃഗീയമായ സ്വകാര്യ താല്പര്യങ്ങളും മാംസദാഹവും പൂരിപ്പിക്കാനും ശമിപ്പിക്കാനും ആധ്യാത്മികതയെ ഒരു മാധ്യമമാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു മാറ്റും. ദാറ്റ് ഈസ് നോട്ട് ട്രൂ സ്പിരിച്വാലിറ്റി. മാർത്തോമാ സഭയുടെ അധ്യക്ഷൻ വളരെ ആദരണീയനായ തിയോഡോഷ്യസ് തിരുമേനി, അതുപോലെ മാർത്തോമാ സഭയിലെ മറ്റ് തിരുമേനിമാർ, കടലാസും പേനയും ഒക്കെ ഉള്ള ഒരുപാട് മെത്രാച്ചന്മാരുള്ള സഭയാണ്. ഞാൻ ഈ കടലാസും പേന ഉദ്ദേശിച്ച വിദ്യാഭ്യാസമുള്ള, ഈ കടലാസും പേനയൊക്കെ ഉള്ളതാണ്. നിങ്ങൾ ഈ വർഷം ഒന്ന് ചിന്തിക്കുക, ഒരു വർഷം ചിന്തിക്കുക, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണോ? വാട്ട് കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി, നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് ഹോൾഡ് ചെയ്യുന്നത്? വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി? എന്താണ് നിങ്ങളുടെ ആത്മീയത? എന്ത് തരത്തിലുള്ള ആത്മീയതയാണ് നിങ്ങൾ വിൽക്കുകയാണ്? യു ആർ സെല്ലിങ് സംതിങ്. അത് കുഴപ്പമൊന്നുമില്ല, വിറ്റു. സത്യത്തിൽ പൗരസ്ത്യ സഭകൾ കച്ചവടമില്ല, വിൽപ്പനയില്ല. സത്യം വിൽക്കുകയല്ല, വാങ്ങുക അത്രേ വേണ്ടത്. ഐ എം എ ട്രൂത്ത് ബയർ, നോട്ട് എ ട്രൂത്ത് സെല്ലർ. ട്രൂത്ത് ബയേഴ്സ് ആകുക. ഈ വെസ്റ്റേൺ ആളുകൾ ട്രൂത്ത് സെല്ലേഴ്സ് ആണ്, ഈസ്റ്റേൺ ട്രൂത്ത് ബയേഴ്സ് ആണ്. നിങ്ങൾ വ്യക്തിപരമായിട്ട് അറിയുക, ട്രൂത്ത് ബയർ ഓർ എ ട്രൂത്ത് സെല്ലർ? ഐ ആം നോട്ട് സെല്ലിങ് എനിത്തിങ്. ഐ ആം നോട്ട് എ ട്രൂത്ത് സെല്ലർ, ഐ ആം എ ട്രൂത്ത് ബയർ. അപ്പൊ ഈ ട്രൂത്ത് ബയർ ആകുമ്പോൾ ഒരു ഉപഭോക്താവിന്റെ അവകാശം എന്ന നിലയ്ക്ക് വിപണിയിൽ വരുന്ന സാധനങ്ങളുടെ ഗുണഗണങ്ങൾ നമ്മൾ പരിശോധിക്കും. ഉരച്ചു നോക്കേണ്ടത് ഉരച്ചു നോക്കും, പൊളിച്ചു നോക്കേണ്ടതിനെ പൊളിച്ചു നോക്കും, തിരിച്ചു നോക്കേണ്ടതിനെ തിരിച്ചു നോക്കും, മറിച്ചു നോക്കേണ്ടതിനെ മറിച്ചു നോക്കും, വിരിച്ചു നോക്കേണ്ടതിനെ വിരിച്ചു നോക്കും, പൊക്കി നോക്കേണ്ടതിനെ പൊക്കി നോക്കും, വെട്ടത്ത് വെക്കേണ്ടതിനെ വെട്ടത്ത് വെക്കും, ലെൻസ് വെച്ച് നോക്കേണ്ടതിനെ ലെൻസ് വെച്ച് നോക്കും. കാരണം വി ആർ ട്രൂത്ത് ബയേഴ്സ്, യു ആർ ട്രൂത്ത് വെൻഡേഴ്സ്. മാർത്തോമാ സഭയിലെ മെത്രാച്ചന്മാര് മാരാൻ വേണ്ടി പന്തലിട്ട് സത്യം വിൽക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾ വിൽക്കുന്ന സാധനം കൊള്ളാവോ എന്ന് ഞങ്ങൾ നോക്കും. അതിനിവിടെ കൂലി പൊട്ടിയിട്ടൊന്നും കാര്യമില്ല. അപ്പോ ഇത് എന്റെ പരിപാടിയാണ്. ഐ എം എ ബയർ. ഒരു ബയറിനെല്ലാം അവകാശമുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ. നമ്മുടെ മഹാത്മാഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണ്.
വി ആർ കസ്റ്റമേഴ്സ്, ഞങ്ങളൊക്കെ പബ്ലിക്കാണ്. അപ്പൊ നിങ്ങൾ മാർത്തോമാക്കാർ പന്തൽ കെട്ടി കൊട്ടി ഘോഷിച്ചതാ KSRTC ബസിന്റെ പള്ളക്ക് എഴുതി വെച്ചു മാരാമൻ കൺവെൻഷനാണ്, സത്യം വിൽക്കാൻ പോവാണ്. അപ്പൊ എന്താണ് നിങ്ങൾ വിൽക്കുന്ന അറിയണം. നിങ്ങൾ ഫോർമാലിൻ ഇട്ട മീൻ കൊണ്ടുവന്നാലും ചീഞ്ഞ മീൻ കൊണ്ടുവന്നാലും ഇതെല്ലാം മേടിച്ച് ഞങ്ങൾ അണ്ണാക്കി തൊടാതെ വിഴുങ്ങിക്കോണമെന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റത്തൊന്നുമില്ല, ഞങ്ങൾ നോക്കും. അതുകൊണ്ട് എന്താണ് നിങ്ങൾ കച്ചവടം ചെയ്തത്? അപ്പൊ മാർത്തോമക്കാർ ഈ ചീഞ്ഞ മീനിന്റെ കച്ചവടം കണ്ടിട്ട് 136 കൊല്ലമായെന്ന് പറഞ്ഞു. അപ്പൊ ഇനിയെങ്കിലും ഇത് നിർത്തണ്ടേ? അപ്പൊ നിങ്ങൾ എന്ത് സ്പിരിച്വാലിറ്റിയാണ്? അപ്പൊ അതിനിടയ്ക്ക് എന്താണ് വിൽക്കുന്നതെന്ന് അന്വേഷിക്കാനുള്ള ഒരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശം മാത്രമാണ് ഞാൻ ഈ ലൈവിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവര് വിൽക്കുന്നത് ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഇതാണോ? യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഉപരിപ്ലവവും വൈകാരികവുമായിരിക്കുന്ന ചില അനുഭൂതികളെ വാഗ്ദാനം ചെയ്യുന്ന വളരെ നിലവാരം കുറഞ്ഞ ഒരു കാര്യം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു കച്ചവടമാണ്. ഇപ്പൊ കോട്ടയത്ത് തങ്കു വിൽക്കുന്നു, കൊട്ടാരക്കര ഒരു ടിങ്കു വിൽക്കുന്നു, പിന്നെ അപ്പുറത്തൊരു പാണ്ടുള്ള ബ്രദർ വിൽക്കുന്നു. ഇവരെല്ലാം വിൽക്കുന്ന എന്താണ്? മാർത്തോമാ സഭക്കാർ വിൽക്കുന്നു, ഓർത്തഡോക്സുകാർ വിൽക്കുന്നുണ്ട്. ഓർത്തഡോക്സുകാർ പക്ഷെ അവരുടെ ഒന്നും കട വലിയ തിരക്കില്ല. ഓർത്തഡോക്സുകാരൊക്കെ പിന്നെ എല്ലാവരും നെല്ലുണങ്ങുമ്പോൾ കുരങ്ങൻ വാലുണങ്ങണ്ടേ എന്ന് ചോദിച്ചു അല്ലേ, കുരങ്ങൻ വാലുണങ്ങുന്നു. യാക്കോയക്കാർ വിൽക്കുന്നുണ്ട്, ഓർത്തഡോക്സുകാരെക്കാളും ഗംഭീരമായിട്ട് വിൽക്കുന്നുണ്ട്. പക്ഷേ ഓതി പിള്ള കിറിഞ്ഞ് യാക്കോയക്കാര് കൺവെൻഷൻ നടത്തുന്ന ഓരോ വർഷം കഴിയുന്നവരും അവരുടെ ആൾ ബന്ധുക്കൂത്തോട് പൊക്കോണ്ടിരിക്കുക, അല്ലാതെ ഇങ്ങോട്ടൊന്നും ആരും വരുന്നില്ല, പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം യാക്കോബായ സഭയെന്നും മാർത്തോമാ സഭയെന്നും ഒക്കെ പെന്തക്കോസ്തിലോട്ട് ആളുകളെ ഇറക്കി വിടാനുള്ള ഗോമണി ചാരി വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കൺവെൻഷൻ. ഞാൻ പറഞ്ഞു സുറിയാനി സഭ നടത്തേണ്ടത് കൺവെൻഷൻ അല്ല, പെരുന്നാളാണ്. അത് യാക്കോബായക്കാർക്ക് ബോധമില്ല, അവന്മാരിപ്പോ കൺവെൻഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ശരിക്കും ഉള്ള ഒരു സ്പിരിച്വാലിറ്റി എന്ന് ഇവർ പറയാണ്. പെന്തക്കോസ്തുകാർ പറഞ്ഞു, ബ്രദറൻകാർ പറഞ്ഞു, മാർത്തോമാക്കാർ പറഞ്ഞു, ഇപ്പൊ സകല ആളുകൾ ഏറ്റെടുത്തു, കത്തോലിക്കരും കൺവെൻഷൻ നടത്തുകയാണ്. എന്താണ് ഈ കൺവെൻഷനിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത്? വാട്ട് ഈസ് യുവർ ഗോസ്പൽ? ഞാൻ കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്തുകാരോട് ചോദിച്ചു, അവർ മറുപടി പറഞ്ഞില്ല, ചത്ത പോലെ പുതച്ചും കൂടി കിടക്കുകയാണ്. ബ്രദറൻകാരോട് ചോദിച്ചു, ചോദ്യത്തിന് മറുപടി ഇല്ലെന്നല്ല, അവന്മാർ മെലിഞ്ഞുണങ്ങി. ഇപ്പം ബ്രദറൻ സഭ തന്നെ ഇല്ലാതായിപ്പോയി. 2030 പെന്തക്കോസ് സഭകൾ ഇല്ലാതെയാവും. അപ്പോ ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഗോസ്പൽ എന്താണ്? വാട്ട് ഈസ് യുവർ ഗോസ്പൽ? ഇതിന് മറുപടി പറയാൻ തന്റേടമുള്ള ആരെങ്കിലും എന്ന് എത്ര പ്രാവശ്യം ഞാൻ ലൈവ് പറഞ്ഞെന്നറിയും. ഇറ്റ്സ് ആൻ ഓപ്പൺ ചലഞ്ച്. മാർത്തോമാക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ 136 കൊല്ലമായിട്ട് കൺവെൻഷൻ നടത്തുന്നു, പരമ്പരാഗതമായിട്ട് തലമുറയായിട്ട് പാടുന്ന കുറെ പെമ്പിള്ളാർ പാടുന്നുണ്ട് മാരാമണ്ണി. അപ്പൊ നിങ്ങൾ തലമുറയായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഗോസ്പൽ, വാട്ട് ഈസ് യുവർ ഗോസ്പൽ? മാർത്തോമാക്കാരുടെ ഗോസ്പൽ എന്താണ്? What are you trying to proclaim? What are you trying to propagate? What is the content of your gospel? എന്നോട് മറുപടി പറയുന്നത് നിങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ ഒരുത്തൻ അവിടെ ഇരുന്ന് ലൈവിൽ ഇരുന്ന് പറഞ്ഞു അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കണം, വേണ്ട. നിങ്ങളുടെ സുന്നോദോസ് കൂടുമ്പോൾ, സുന്നോദോസ് എന്നാണോ നിങ്ങൾ ഇനി പാശ്ചാത്യ സഭയാണ്ട് എന്താ പറയുന്നത് അറിയത്തില്ല, കൗൺസിലെന്നോ അല്ലായിരിക്കും. അപ്പം മാർത്തോമാ സഭയുടെ മെത്രാൻ സമിതി അത് കൊള്ളാം. അപ്പൊ നിങ്ങളുടെ മെത്രാൻ സമിതി യോഗം ചേരുമ്പോൾ നിങ്ങൾ സ്വയം ഒരു മൂത്രം ഒഴിക്കാൻ പോകുന്നതിന് മുമ്പ് 5 മിനിറ്റ് അത് മതി. ഈ 5 മിനിറ്റ് നിങ്ങൾ ചിന്തിക്കണം, എടാ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പൊ അറിയുന്നത്? നമ്മുടെ ഗോസ്പൽ എന്താണ്? ക്രിസോസ്റ്റം തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ന് പറയാൻ തിരുമേനി പറഞ്ഞു ആടാ കൊള്ളാമല്ലോ, അത് നമുക്കൊന്ന് ചിന്തിക്കേണ്ടി. എടാ നീ ചിന്തിക്കേ, നിങ്ങളുടെ തലച്ചോറ് അങ്ങനെ വർക്ക് ചെയ്യുന്ന നല്ല ബുദ്ധിയുള്ളവരല്ലേ, നിങ്ങളൊന്ന് ചിന്തിക്കണം. എന്താണ് ഗോസ്പൽ? എന്ത് തരത്തിലുള്ള സുവിശേഷമാണ് നമ്മൾ പറയുന്നത്? എന്താണ് ഈ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്? മാർത്തോമാ സഭയെ പോലെ ഇത്ര കഴിവുള്ള വിഭവശേഷിയുള്ള ഈ ഒരു സഭയെ സംബന്ധിച്ച് ഈ കേരളത്തിലുള്ള ആളുകളെ മുഴുവൻ ഒരു മെസ്സേജ് അറിയിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉള്ള കാലത്ത് നിങ്ങൾ ഈ പന്തലിട്ട് ഈ ചെണ്ട കൊട്ടി ഇത് അവിടെ മെനക്കെടേണ്ട കാര്യമുണ്ടോ? കേരളത്തിലുള്ള ആളുകളെ മുഴുവൻ ഒരു മെസ്സേജ് അറിയിക്കാൻ എന്താ പ്രയാസം? നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പിടിപിടിച്ച ഒറ്റ മാസം കൊണ്ട് മുഴുവൻ ആളുകളെ സുവിശേഷിക്ക് അരിച്ചെടുക്കാം. പിന്നെ ഈ കൺവെൻഷൻ നടത്തേണ്ടല്ലേ? ഒരു പ്രഹസനമല്ലേ സജി? പ്രഹസനം അല്ലേ? പ്രഹസനമല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് തേങ്ങയ്ക്ക് ഈ പന്തലിട്ട് നടത്തുന്നത്? എന്തിനാണ് നടത്തുന്നത്? ആരെങ്കിലും എന്തെങ്കിലും അറിയിക്കാനാണോ? അറിയിക്കാനാണെങ്കിൽ കാര്യം പറ, നമുക്ക് അറിയിക്കാം, അതിനുള്ള പണി നോക്കാം. നിങ്ങൾക്കൊന്നും അറിയിക്കണ്ട, നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല. ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി എന്ന് പണ്ട് രാഷ്ട്രീയക്കാർ ചോദിക്കും. അതുപോലെ ചോദിച്ചാൽ വാട്ട് ഈസ് ദ കണ്ടന്റ്? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, കുറച്ച് ഇക്ലിക്കഥ, കുറച്ച് നുണക്കഥ, അത്രേ ഉള്ളൂ. പിന്നെ മേമ്പടിയായിട്ട് 10 അല്ലേലിയ. ഇതാണ് പെന്തക്കോസ്തുകാർ, അതിന്റെ മാർത്തോമാക്കാരും പറയുന്നു. ഇത് ആണോ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം? ഈ സുവിശേഷമാണോ? അപ്പൊ ഇത് ആരാണ് മേടിക്കുന്നത്? ഗതികെട്ടവര്. ഈ സൈനൈഡ് മോഹനൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു, അവൻ 30 പെണ്ണുങ്ങളെ കൊന്നു സൈനൈഡ് കൊടുത്ത്. ഇപ്പൊ സൈനൈഡ് മോഹനന്റെ ഇരകള് പാവപ്പെട്ടവരായിരുന്നു, ജീവിതത്തിലെ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ. 30 വയസ്സ് കഴിഞ്ഞിട്ടുമൊക്കെ വിവാഹം നടക്കാതെയും ജാതക ദോഷത്താലും പല കാരണങ്ങളാലും വിവാഹം നടക്കാതെ പോയവരും, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരും, ഇടറിപ്പോയവരും, വിധവമാരും, അങ്ങനെയൊക്കെയുള്ള നിർഭാഗ്യവതികളായ സ്ത്രീകൾ
അവരെ പോയാലും വീട്ടുകാർ അവർ പോയത് നന്നായി എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സ്ത്രീകൾ അവന്റെ ഇരയാക്കപ്പെട്ടു. മുതുകുറ്റി ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു റിപ്പർ ഉണ്ടായിരുന്നു. ഈ റിപ്പർ ഒത്തിരി പേരെ കൊന്നൊക്കെ ആരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ ലെസ് ഫോർച്ചുനേറ്റ്, തെരുവിൽ കിടക്കുന്നവർ, വീടില്ലാത്തവർ, ഹോംലെസ് പീപ്പിൾ, അതുപോലെ കുടിലിൽ താമസിക്കുന്നവരെ കൊന്ന നോർത്ത് ഇന്ത്യയിലെ ഒരു 2 സഹോദരന്മാര് കുടിലുള്ള സ്ത്രീകളെ പോയി റേപ്പ് ചെയ്യുക, കൊല്ലുക. നല്ല അടച്ചുറപ്പുള്ള വീടുകളിലല്ല, ലെസ് ഫോർച്ചുനേറ്റ്. കേരളത്തിലെ സുവിശേഷത്തിന്റെ ഇരകളും ഈ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളുകളാണ്, പാവങ്ങളാണ്, ഗതികെട്ടവരാണ്, രോഗികൾ, ജീവിതത്തിൽ മാർഗമില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ, കഷ്ടം അനുഭവിക്കുന്നവർ. കൊട്ടാരക്കര ടിനു വഞ്ചിക്കുന്ന ആരെയാണ്? മുതുകുറ്റി ചന്ദ്രനെ പോലെ ഈ പാവങ്ങളുടെ തലയ്ക്ക് ചുറ്റിയേക്ക് അടിച്ചു കൊല്ലുന്ന പോലെ തങ്കു വഞ്ചിക്കുന്ന ആരെയാണ്? ആത്തമകാരി പാട്ട് പാടുന്ന ആരെ കളിപ്പിക്കാനാണ്? ആരെ കളിപ്പിക്കാനാണ്? അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, രോഗികൾ സുഖപ്പെടും എന്നൊക്കെയാണ് പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്യാൻ പോകാന്നാണ് മാരാമണി പാടിയത്. മാരാമണി ഈ പാടിയ കാര്യം നിങ്ങളുടെ വലിയ മെത്രാപ്പോലീത്ത വിശ്വസിക്കുന്നുണ്ടോ? തിയോഡോഷ്യസ് തിരുമേനി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വെല്ലൂരാണല്ലോ ചികിത്സയ്ക്ക് പോകുന്നത്. പരിശുദ്ധാത്മാവ് വെല്ലൂർ ഇരിക്കുകയാണോ? അപ്പൊ ഈ ആളുകളെ വഞ്ചിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പാവങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും. അപ്പൊ മുതുകുറ്റി ചന്ദ്രനും സൈനൈഡ് മോഹനനും കൊട്ടാരക്കര ടിനുവിനും അഞ്ചലിലെ പാണ്ഡൻ പാസ്റ്റർക്കും ഒക്കെ ഒപ്പം അതപ്പതിച്ചു പോയി തിയോഡോഷ്യസ് തിരുമേനി. താങ്കൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുക? എന്താണ് നിങ്ങളുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന കൺവെൻഷൻ പാടുന്നേ? മെറ്റീരിയലിസ്റ്റിക് ഗോസ്പൽ, എന്നിട്ട് പേര് സുറിയാനി സഭ, മാർത്തോമ സുറിയാനി. എന്ത് സുറിയാനി സഭ? ഏത് സുറിയാനി പിതാക്കന്മാരാണ് ഇത്തരം ഉള്ള സുവിശേഷം പറഞ്ഞ് നിങ്ങളുടെ കഷ്ടം മാറ്റാനും, നിങ്ങളുടെ കടം വീട്ടാനും, നിങ്ങളുടെ രോഗം മാറ്റാനും ഒരു കുട്ടിച്ചാത്തൻ കൈൻഡ് ലൈക്ക് എ കുട്ടിച്ചാത്തൻ യേശുവിനെ കുപ്പിയിലാക്കി തരുന്നു. കുപ്പിയിലാക്കി യേശുവിനെ പന്തലിന്റെ വടക്കുവശത്തുള്ള കൗണ്ടറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഇതൊന്നും അല്ല, ഇത് ട്രൂ ഗോസ്പൽ അല്ല. നിങ്ങൾ പറയുന്നത് ഒരു ബൈപ്പാസ് വെട്ടുക എന്നാണ്. ബൈപ്പാസ് സർജറിയാണ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ ഹാർട്ടിലൊക്കെ ഈ ബ്ലോക്ക് വരുന്ന ഭാഗത്തിന് ഇപ്പുറത്ത് മുറിച്ച് ബ്ലോക്കുള്ള ഭാഗത്തിന്റെ അപ്പുറത്ത് കൊണ്ട് കണക്ട് ചെയ്ത് ബൈപ്പാസ് ചെയ്യുക. പട്ടണങ്ങളിലൊക്കെ തിരക്ക് വരുമ്പോൾ ആ റോഡിൽ കൂടെ പോകുന്ന ഭയങ്കര തിരക്കാണ്, അതിന് ബൈപ്പാസ് ഉണ്ടാക്കും. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ആ തിരക്കുള്ള ഭാഗത്തേക്ക് കയറണ്ട, ഇപ്പുറത്ത് നിന്ന് വെട്ടിത്തിരിഞ്ഞ് അപ്പുറത്ത് തിരക്ക് കഴിഞ്ഞ് അപ്പുറം പോയി ചാടാം. ബൈപ്പാസ് നിർമ്മാണമാണ്. സോ ഇന്നത്തെ മോഡേൺ ഇവാഞ്ചലിക്കൽ വിഭാഗങ്ങളെല്ലാം ബൈപ്പാസ് നിർമ്മാണമാണ്. ഗോസ്പൽ പ്രൊക്ലമേഷൻ ഈസ് എ ബൈപ്പാസ് കൺസ്ട്രക്ഷൻ എന്നാണ് അവർ പറയുന്നത്. കഷ്ടതയിൽ നിന്നും, ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, വ്യാകുലങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും എല്ലാം ഒരു ബൈപ്പാസ്. കാനാടി കുട്ടിച്ചാത്തന്റെ പരസ്യമുണ്ട്, മനോരമക്കാർ അതും കൊടുക്കും പരസ്യം. അപ്പൊ അതിനകത്ത് ദാമ്പത്യ ക്ലേശം, തൊഴിലിലെ തകർച്ച, ബിസിനസ്സിലെ തകർച്ച, ശാരീരിക ക്ലേശങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, മാനസിക വ്യതകൾ, ഇങ്ങനെ അവർ ലിസ്റ്റ് കൊടുക്കും. കാനാടി ശ്രീ ചാത്തന്റെ മഠം. ആ കാനാടി കുട്ടിച്ചാത്തന്റെ പരസ്യം എടുത്തിട്ട് മുകളിൽ ഓം ശ്രീ മായ എന്നൊക്കെ ഒരു ഹെഡിങ് ഉണ്ട്. വിഷ്ണുമായ ചാത്തൻ എന്ന് മുകളിൽ കൊടുക്കും. അപ്പൊ വിഷ്ണുമായ ചാത്തൻ എന്നുള്ളത് മാറ്റി പ്രൈസ് തലോടെ നിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പരസ്യമായി. അപ്പൊ ഒരു വ്യത്യാസവും ഇല്ല, നിങ്ങളും ബൈപ്പാസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണ്. സോ ദിസ് ഈസ് നോട്ട് ട്രൂ സ്പിരിച്വാലിറ്റി. അപ്പൊ ഇത് ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയാണ് മാർത്തോമ സഭ. ആ മാർത്തോമക്കാരോട് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമുണ്ട്. മാർത്തോമക്കാര് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ പൊതുസമൂഹത്തിൽ വളരെ മതിപ്പുള്ളതുമായ ഒരു ക്രിസ്തീയ വിഭാഗമാണ്. നിങ്ങൾ കേരളത്തിലെ സെക്യുലർ വിഭാഗം നോക്കി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ക്രിസ്ത്യാനികൾ മാർത്തോമക്കാരാണ്. അത് നിങ്ങളൊരു വോട്ടെടുപ്പ് നടത്താം, നോൺ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നിങ്ങളൊരു വോട്ടെടുപ്പ് നടത്തി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മാർത്തോമക്കാർക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ വളരെ ഡീസന്റ് ആണ്, ഇവന്മാർ വലിയ ശല്യത്തിനൊന്നും പോകുന്നില്ല. ഇപ്പൊ യാക്കോക്കാരൊക്കെ പൊതുസമൂഹത്തിന് ഇഷ്ടമാണെങ്കിലും ഇവന്മാര് വഴക്കും ഒക്കെ ഉണ്ട്. യാക്കോക്കാർ ഓർത്തഡോക്സുകാരായിട്ടുള്ള കയ്യാങ്കളി, തെരുവ് യുദ്ധങ്ങൾ, ശവം വെച്ചുള്ള നാടകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യാക്കോക്കാർക്ക് വോട്ട് കിട്ടും, പുരാതന സഭയാണ്, ആളുകൾക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഈ മാർത്തോമക്കാരൻ ഒരു ശല്യത്തിന് പെന്തക്കോസ്തുകാരൊന്നും വോട്ട് കിട്ടത്തില്ല. അപ്പൊ അത്രയും ഡീസന്റ് ആയിട്ട്. അത് തന്നെയല്ല, മാർത്തോമക്കാരിൽ നല്ല ഒരു മെജോറിറ്റി നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ നല്ല ബിസിനസ് മേഖല, സർക്കാർ ജോലിക്കാരുടെ ഇടയിൽ ഒക്കെ ഒത്തിരി മാർത്തോമക്കാരുണ്ട്. അതുകൊണ്ട് ഈ സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന പോലെയാണ് ഈ മാർത്തോമക്കാരൻ നിൽക്കുന്നത്. ഒരു ക്രീമി ലെയറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
പക്ഷെ നിങ്ങൾ ഈ വൃത്തികേട് കാണിക്കുന്നുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയും. നിങ്ങളതൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ച ഉണ്ടാകുന്നല്ലേ, നിങ്ങളുടെ മെത്രാൻ സമിതി ശരിയാണല്ലോ, കാര്യം അവൻ ഭ്രാന്തനാണല്ലോ, അവൻ പറഞ്ഞതിനകത്ത് എന്തോ, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. കാരണം നിങ്ങൾ വിൽക്കുന്നത് വെറും ചീപ്പ് സാധനമാണ്. നിങ്ങളുടെ മാന്യതയ്ക്കും യോഗ്യതയ്ക്കും ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഇമേജിന് യോജിക്കുന്ന ചരക്കല്ല നിങ്ങൾ വിൽക്കുന്നത്. നിങ്ങളുടെ കട വിൽക്കുന്നത് ഈ വില കുറഞ്ഞ സാധനമാണ്, നിലവാരമില്ലാത്ത സാധനമാണ്. അത് നിങ്ങൾ ഒന്ന് ഓർക്കണം. മാരാമണി ഈ പാടിയ കാര്യം നിങ്ങളുടെ വലിയ മെത്രാപ്പോലീത്ത വിശ്വസിക്കുന്നുണ്ടോ? തിയോഡോഷ്യസ് തിരുമേനി വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വെല്ലൂരാണല്ലോ ചികിത്സയ്ക്ക് പോകുന്നത്. പരിശുദ്ധാത്മാവ് വെല്ലൂർ ഇരിക്കുകയാണോ? അപ്പൊ ഈ ആളുകളെ വഞ്ചിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. പാവങ്ങൾ ഇതൊക്കെ വിശ്വസിക്കും. അപ്പൊ മുതൂറ്റി ചന്ദ്രനും സൈനൈഡ് മോഹനനും കൊട്ടാരക്കര ടിനുവിനും അഞ്ചലിലെ പാണ്ഡൻ പാസ്റ്റർക്കും ഒക്കെ ഒപ്പം അതപ്പതിച്ചു പോയി തിയോഡോഷ്യസ് തിരുമേനി. താങ്കൾ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുക? എന്താണ് നിങ്ങളുടെ ചുമതലയിൽ മേൽനോട്ടത്തിൽ നടക്കുന്ന കൺവെൻഷൻ പാടുന്നത്? മെറ്റീരിയലിസ്റ്റിക് ഗോസ്പൽ. എന്നിട്ട് പേര് സുറിയാനി സഭ, മാർത്തോമാ സുറിയാനി. എന്ത് സുറിയാനി സഭ? ഏത് സുറിയാനി പിതാക്കന്മാരാണ് ഇത്തരം ഉള്ള സുവിശേഷം പറഞ്ഞ് നിങ്ങളുടെ കഷ്ടം മാറ്റാനും, നിങ്ങളുടെ കടം വീട്ടാനും, നിങ്ങളുടെ രോഗം മാറ്റാനും ഒരു കുട്ടിച്ചാത്തൻ കൈൻഡ് ലൈക്ക് എ കുട്ടിച്ചാത്തൻ യേശുവിനെ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതുമ്പോ സാധാരണ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു വാക്ക് എഴുതും. ഫിലിപ്പിയ ലേഖനത്തിലുണ്ട് കഷ്ടം അനുഭവിക്കാൻ വരം കിട്ടും. ആ വാക്ക് എല്ലാവരും എടുക്കും, പക്ഷെ ഈ വാക്ക് ആരും എടുക്കാറില്ല. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. That no man should be moved by these afflictions, for yourselves know that we are appointed thereunto. അപ്പൊ കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടമുണ്ട്. ദിസ് ഈസ് എ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അഫ്ലിക്ഷൻസ് ആൻഡ് സഫറിങ്സ്. അപ്പൊ അഫ്ലിക്ഷൻസിനോടും സഫറിങ്സിനോടും ട്രയൽസിനോടും ട്രിബുലേഷൻസിനോടും ഒക്കെയുള്ള ഒരു ക്രിസ്ത്യൻ റെസ്പോൺസ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ അഫ്ലിക്ഷൻസ് ആൻഡ് സഫറിങ്സ്, അതെന്താണ്? ഇറ്റ്സ് എ നോളജ് ദാറ്റ് വി ആർ അപ്പോയിന്റഡ് thereunto. വി ആർ അപ്പോയിന്റഡ്. നിയമനം കിട്ടുകയാണ്. ഇടുക്കി ദേവികുളം തഹസീൽദാരായിട്ട് നിങ്ങൾക്ക് നിയമനം കിട്ടി, മനസ്സിലായോ? എറണാകുളം സബ് കളക്ടറായിട്ട് നിങ്ങൾക്ക് നിയമനം കിട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ടത് വി ആർ അപ്പോയിന്റഡ് ഫോർ അഫ്ലിക്ഷൻസ് ആൻഡ് സഫറിങ്സ്. ഒരു മനുഷ്യ ജീവിതം കഷ്ടതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നതാണ്. യോബിന്റെ പുസ്തകത്തില് പറയുന്നത് തീപ്പൊരി ഉയരത്തിൽ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടതയ്ക്ക് കൂടെ ജനിക്കുന്നതാണ്. അപ്പം ഒരുപാട് കഷ്ടത മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. അതിനൊക്കെ ബൈപ്പാസ് കൊടുക്കാന്നാണ് പറയുന്നത്, ഓഫറിങ് ബൈപ്പാസ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ നിന്നിട്ട് പിരിവെടുക്കുകയാണ്. അവൻ പറയാണ് 100 രൂപ ഇവിടെ സ്വത്രാജ് ഇട്ടാൽ കർത്താവ് 110 രൂപ തരും, നിങ്ങൾക്ക് തരും. അപ്പൊ കർത്താവിന് ഇവന് നേരിട്ട് കൊടുത്താൽ പോരെ? അത് പറ്റത്തില്ല. ഈ മണി ചെയിൻ പരിപാടി നടത്തുന്ന നിങ്ങൾ ഇവിടെ ഇട്ടാൽ പിന്നെ അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടും, എന്നാ പിന്നെ അപ്പുറത്ത് നിങ്ങൾക്ക് മേടിച്ച പോരെ. അങ്ങനെ കഥയിൽ ചോദ്യമില്ല. അപ്പൊ ഇതൊരു തെറ്റായ, അതായത് ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആളുകളെ വഞ്ചിക്കുക എന്നുള്ളതാണ്. ആളുകളെ വഞ്ചിക്കുകയാണ്. അപ്പൊ കഷ്ടത ഒരു നിയമനമാണ്. യു ആർ അപ്പോയിന്റഡ്. 2 ഫിലിപ്പി ലേഖനത്തിൽ പറയുന്ന നോക്കിയേ, അത് ദൈവം തന്നെ വെച്ചതാവുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പോ ആ കഷ്ടത ക്രിസ്തുവിന് വേണ്ടി ആകുമ്പോൾ അതൊരു നിയമനമല്ല, അതൊരു വരവും കൂടിയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഗിഫ്റ്റ്. സാമ്പത്തിക നഷ്ടത്തെ പറ്റി എബ്രായ ലേഖനം 10 പറയുന്നത് അത് നിങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്തുന്നത്. ഫസ്റ്റ് സെഞ്ചുറി ക്രിസ്ത്യൻസ് എങ്ങനെയാണ് ജീവിതത്തിലെ ഫിനാൻഷ്യൽ ലോസ്, ഫിസിക്കൽ അഫ്ലിക്ഷൻസ്, ഒപ്രഷൻ, സൈഡ് ലൈനിങ്, പാർശ്വവൽക്കരണം, സമൂഹത്തിലുണ്ടാകുന്ന റിജക്ഷൻസ്, തിരസ്കരണങ്ങൾ, ഇതിനോടൊക്കെയുള്ള റെസ്പോൺസ് എങ്ങനെയാണ് കൃത്യമായിട്ട് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും അല്ല ഇന്ന് ഈ സഭകൾ പറയുന്നത്. ഈ സഭകൾ അതെല്ലാം മാറ്റിയിട്ട് തികച്ചും വ്യത്യസ്തമായ ഒരു സുഖലോലുപതയുടെ സുവിശേഷം, ക്രിസ്തു നിങ്ങൾക്ക് പൂമത്ത വിരിക്കും. ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗെറ്റിംഗ് വാക്സിൻസ്. വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പ്രതിരോധ കുത്തിവെപ്പ്, അങ്ങനെ അതിന്റെ
മലയാളം തോന്നുന്നു. പ്രതിരോധ കുത്തിവെപ്പ് എന്തിനാണ്? വാക്സിൻ അഗനിസ്റ്റ് സഫറിങ്. ഇപ്പം കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോവിഡ് വരാതിരിക്കാനുള്ള വാക്സിന്. ഇപ്പം ഓരോ വാക്സിൻ ഉണ്ട്. ഇപ്പം റൂബല്ല വാക്സിൻ, അല്ലെങ്കിൽ പിന്നെന്താണ് മീസിൽസ്. അപ്പൊ അത് മീസിൽസ് വരാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള ഓരോരോ വാക്സിൻസ് ഉണ്ട്. അതുപോലെ കഷ്ടതയ്ക്കെതിരായിട്ടുള്ള ഒരു വാക്സിനേഷൻ എന്ന നിലയ്ക്കാണ് പലരും കുർബാനയ്ക്ക് പോകുന്നതും. കാരണം മനുഷ്യന്റെ ചിന്ത അങ്ങനെയായി. കൺവെൻഷന് പോകുന്നതും എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ ഒരു പേടിയുണ്ട്. നാളെ എനിക്ക് എന്തെങ്കിലും കഷ്ടം വന്നാലോ. അഭിപ്രായങ്ങൾ പറയാതിരിക്കുന്നത് കൊണ്ട്. അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും വന്നാലോ, ഇനി വരാനുള്ളത് വരും, വണ്ടി വിളിച്ചാണേലും വരും, ഇനി അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പറഞ്ഞാലോ, ഇങ്ങനെയുള്ള പേടികളാണ്. അപ്പോൾ ചെയിൻ ഓഫ് ഫിയേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഭയങ്ങളുടെ ചങ്ങല മനുഷ്യരെ ബാധിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭയങ്ങളുടെ ചങ്ങലയിൽ നിന്ന് മനുഷ്യനെ സ്വതന്ത്രമാക്കാനാണ് ക്രിസ്തു വന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. ദാസൻ, അടിമ ഒരിക്കലും വീട്ടിൽ വസിക്കുന്നില്ല. ഉണ്ടോ? വസിക്കുമോ? പുത്രൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നു. അപ്പോ ക്രിസ്തീയ വിശ്വാസികൾ പുത്രന്മാരും പുത്രിമാരുമാണ്. അവർ ദൈവ മക്കളാണ്. ദേ ആർ സപ്പോസ് ടു ലിവ് ഇൻസൈഡ് ഓഫ് ദ ഹൗസ്. ചുമ്മാ പുറത്തൂടെ നടക്കാനല്ല. ഭവനക്കാരാകുവാൻ, വീടിനകത്ത് സ്വാതന്ത്ര്യത്തോടെ, അധികാരത്തോടെ, അവകാശത്തോടെ വീട്ടിന്റെ അകത്ത് വസിക്കുക. ഇതാണ് ഒരു സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ദൈവത്തിന്റെ പുത്രൻ, ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു മെയിൻ പോയിന്റ് പറയാം. ദൈവത്തിന്റെ പുത്രൻ, ഇപ്പൊ ഈ ആഴിയെയും ഊഴിയെയും അണ്ടകടാകങ്ങളെയും എന്നൊക്കെയാണ് ഒരു പ്രയോഗം. ഇതിന്റെ ഒന്നും അർത്ഥം എനിക്കറിയത്തില്ല. കേൾക്കുന്നത് ഇങ്ങനെ പറയുന്ന അതൊക്കെ എന്ത് സാധനമാണെന്ന് ആർക്കറിയാം? എന്ത് സാധനമാണെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാനും പറയുന്നു, ആഴിയെയും ഊഴിയെയും അണ്ടകടാകങ്ങളെയും ഒക്കെ അഖിലാണ്ട മണ്ഡലത്തെയും ഒക്കെ അണിയിച്ചൊരുക്കിയാൻ എന്നൊക്കെ കേൾക്കാൻ പാട്ടിനകത്ത്. എന്തായാലും ഈ വലിയ പുള്ളി, ബിഗ് ബോസ് ദൈവമല്ലേ, ഇതിന്റെ ഒക്കെ ഓണർ വലിയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. വലിയ സംഭവമായിപ്പോയി. അപ്പൊ ഈ ഇങ്ങനെ വന്ന ഒരു ദൈവപുത്രൻ ഇവിടെ വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തിരിച്ചുപോയി. ഓക്കെ, ഇത് ആർക്കാണ് ബാധകമായിരിക്കും? അപ്പൊ ഇദ്ദേഹത്തിന്റെ സുവിശേഷം പറയുമ്പോ കുറച്ച് കടമുള്ള ആളുകൾ കടഭാരം മാറ്റും. 100 രൂപ ഇവിടെ ഇടാൻ 110 രൂപ കിട്ടും. 500 താഴെ ഇടരുതേ. 1000 ഇട്ടാൽ 1100, 10,000 ഇട്ടാൽ 11,000 രൂപ കിട്ടും. ഒരു പയ്യൻ, അവന്റെ ഭാര്യയുണ്ട്. അവനും ഭാര്യയും കൂടെ അനന്യാസും സഫീറയും കളിക്കുക. നാട്ടുകാരോട് പറയാം, നിങ്ങൾ പൈസ ഇട്, 100 ഇട്ടാൽ മതി, 110 കിട്ടും. അപ്പൊ ഇങ്ങനെ ആളുകൾ ഈ നോട്ടറി ടിപ്പിന് കിട്ടുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം വെച്ച് വ്യാഖ്യാനിക്കാനാണ് തന്നെ 100 മടങ്ങെന്നൊക്കെ വാക്യമുണ്ട്. അതൊക്കെ എടുത്തുവെച്ച് 1000 രൂപ 1,00,000 കിട്ടുമെന്നൊക്കെ തട്ടണ്ടേ? ഇവ മര്യാദക്കാരനാ പയ്യൻ. അവൻ പറഞ്ഞു 10% അവന്റെ ഒരു ഹൈക്ക് കൊടുക്കും. 100 ഇട്ടാൽ 110 കിട്ടും. ഗ്യാരണ്ടി ഒന്നും ഇല്ല, അങ്ങനെ കിട്ടും, നിങ്ങൾ ഇടണം. അപ്പൊ ഇത്ര ചീപ്പാണ്. അപ്പൊ ഇതാരെയാണ് മോഹിപ്പിക്കുന്നത്? സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരെ. ഇപ്പൊ ഏതെങ്കിലും ഒരു ബില്യനർ ഇത് കേട്ടാൽ ലിസൺ ചെയ്യുമോ? ഇവന്റെ ഈ 100 ഇട്ട് 110 കിട്ടുന്ന പരിപാടി ഇല്ല. അപ്പൊ നടുവേദന, പെരുപ്പ്, തരിപ്പ്, കഴപ്പ്, കിരികിരിപ്പ്, ഇതൊക്കെയാണ് യേശു മാറ്റുന്നത്. അപ്പുറത്ത് ഡോക്ടർമാരെ ഹാർട്ട് മാറ്റി വെച്ചോണ്ടിരിക്കുക. അന്നേരം ഇവിടെ ചെറിയ തരിപ്പ് മാറി. ഇപ്പൊ എങ്ങനെയുണ്ട്? 60% ഒരു സുഖം വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ലാടവൈദ്യന്റെ നിലവാരത്തിലേക്ക് യേശുവിനെ അധപ്പതിപ്പിക്കുകയാണ്. ചൊറിച്ചിൽ മാറ്റുക. ഭയങ്കര ചൊറിച്ചിലായിരുന്നു പാസ്റ്ററെ ഇവിടെ വരുന്നതിന്. ഇപ്പൊ ചൊറിച്ചിൽ നല്ല കുറവുണ്ട്. പാസ്റ്ററുടെ ചൊറിച്ചിലിന് കുറവുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചീപ്പ് സുവിശേഷം. അതുപോലെ പരിശുദ്ധാത്മാവ് മാരാമണ്ണിലും ചെയ്യുമെന്നാണ് ഇവർ ഈ പാടുന്നത്. തിയോഡോഷ്യസ് തിരുമേനി മാരാമണ്ണിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ചൊറിച്ചിൽ വല്ലതും മാറിയോ? ആർക്കറിയാം? പിള്ളേർ പാടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ 16 പാട്ടിനകത്ത് ഒരു പാട്ട് ഇതാണ്, നിങ്ങൾ ചൊറിച്ചിൽ മാറ്റുന്നുണ്ട്. എങ്ങനെയാ ചൊറിച്ചിൽ മാറുമോ? തിയോഡോഷ്യസ് തിരുമേനിയോടാണ് ചോദ്യം. കാരണം അങ്ങനെയാണ് ഇതിന്റെ അധിപൻ. അത് അദ്ദേഹത്തോട് ചോദിക്കണം, തിരുമേനി എങ്ങനെയാ ചൊറിച്ചിൽ മാറ്റുന്ന പരിപാടി? തരിപ്പ്, പുളിപ്പ്, വാദത്തിന്റെ തരിപ്പ്, വായുവിന്റെ പുളിച്ച് തികട്ടൽ, ഇതെല്ലാം മാറ്റുമെന്നാണ്. ഇപ്പൊ യേശുക്രിസ്തുവിനെ വെറും ചീപ്പ് ലാടവൈദ്യനായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ ഒട്ടും ഫിറ്റ് അല്ല. കാരണം ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നത് മരണത്തിൽ നിന്ന് ഉള്ള അതിജീവനമാണ്. കർത്താവ് അഡ്രസ് ചെയ്തത് ഡെത്തിനെയാണ്, മരണത്തെയാണ്. അത് എല്ലാവരെയും ഒരുപോലെ മോഹിപ്പിക്കുന്നതാണ്. ദാറ്റ് ഈസ് ഗോസ്പൽ. അത് അംബാനി കേട്ടാലും അദാനി കേട്ടാലും യൂസഫ് അലി കേട്ടാലും, ഇപ്പൊ എനിക്കറിയാവുന്ന പണമുള്ളവരുടെ പേര് ഇതൊക്കെയാ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ പൈസക്കാരൊക്കെ ഉണ്ട്.
അങ്ങനെ ഒത്തിരി പൈസയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവരൊന്നും നിന്റെ ഒന്നും സൂചിച്ചാനൊന്നും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവരെ ബാധിക്കുന്നല്ല ഇത്. അപ്പൊ സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള ഒരു മഹാ സന്തോഷം, ദാറ്റ് ഈസ് ഗോസ്പൽ. അപ്പൊ എല്ലാ മനുഷ്യരെയും മോഹിപ്പിക്കാൻ, ഞാൻ പറഞ്ഞ പോലെ ലെസ് ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഗലികളിലൂടെ ചുറ്റികം പിടിച്ച് ഇരുളിന്റെ മറവിൽ സന്ധ്യ മയങ്ങി കഴിയുമ്പോൾ ഇരുട്ടിന്റെ മറവറ്റി മുതുകുറ്റി ചന്ദ്രൻ നടക്കുന്ന പോലെ ഗതികെട്ട് നടക്കുകയാണ് പാവപ്പെട്ടവന്റെ തലക്കടിക്കാൻ. കൊട്ടാരക്കര ടിനു എന്ന് പറഞ്ഞാൽ മുതുകുറ്റി ചന്ദ്രൻ എന്ന് വെച്ചാൽ മതി. എന്തെങ്കിലുമൊക്കെ വിലകീനുള്ളവന്റെ പള്ളക്കടിക്കുക. അതുപോലെ ടിനുവിന് ഉദാഹരണം പറഞ്ഞിട്ടോ. അതുപോലെയാണ് ഈ ഇവാഞ്ചലിക്കൽ പ്രസംഗകരെ മുഴുവനായിട്ടാണ് പറയുന്നത്, അല്ല ഒരു വ്യക്തിയെ. ഇവാഞ്ചലിക്കൽ പ്രസംഗം അത്രയും അധപ്പതിച്ചു, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളുടെ പ്രസംഗം. മെറ്റീരിയലിസമാണ്. നിന്റെ പ്രസംഗം ആർക്കാ വേണ്ടത്? നിന്റെ പ്രസംഗം ആർക്കാ വേണ്ടത്? നീ വലിയ ആളാണ്. ആരാണ്? ഗോസ്പൽ പ്രീച്ചർ, അല്ലെങ്കിൽ മെത്രാപ്പോലീത്ത, അല്ലെങ്കിൽ പാസ്റ്റർ, ചീഫ് പാസ്റ്റർ. പൈസ ഉള്ളവനെ കാണുമ്പോൾ വായിക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കാരണം നീ അവനിൽ നിന്നൊരു ബ്ലെസ്സിങ് പ്രതീക്ഷിക്കുന്നു. ശരിയല്ലേ? കാരണം നിങ്ങൾ പണത്തെയാണ് സേവിക്കുന്നത്. ഐ ആം എക്സ്ട്രീംലി സോറി ടു സേ ദിസ്. നിങ്ങൾ ദൈവത്തെ അല്ല സേവിക്കുന്ന, മാമോനെയാണ്. മാമോൻ എന്ന് പറഞ്ഞ മോനെ കേട്ടിട്ടുണ്ടോ? റജിമോൻ, സജിമോൻ, ബിജുമോൻ, മാമോൻ. ഒരു മോനാണ്, വല്ലാത്തൊരു മോനാണ്. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല. അപ്പോ മലങ്കര നസ്രാണികളുടെ മാമോൻ സേവ നല്ലതാട്ടോ. ഈ വീഡിയോ ടൈറ്റിൽ ഞാൻ അങ്ങനെ മാറ്റാൻ പോവാ. മലങ്കര നസ്രാണികളുടെ മാമോൻ സേവയാണിത്. കാരണം നിങ്ങൾ പ്യുവർ ഗോസ്പലാണ്, ട്രൂ ഗോസ്പലാണ് പറയുന്നതെങ്കിൽ ആ ഗോസ്പലിന് കീഴിൽ നിൽക്കണം മുഴുവൻ മനുഷ്യരും. അത് പൈസ ഉള്ളവനെ നിൽക്കണം, പൈസ ഇല്ലാത്തവനെ നിൽക്കണം, ആരോഗ്യമുള്ളവനെ നിൽക്കണം, ആരോഗ്യം ഇല്ലാത്തവനെ നിൽക്കണം. കാരണം എല്ലാവർക്കും ഒരുപോലെ വാഗ്ദത്തം ചെയ്യുന്ന ആ നിത്യജീവന്റെ മോഹന കുസുമങ്ങളാണ് ഒരു സുവിശേഷ പ്രഘോഷണ വേദിയിൽ വിരിയേണ്ടത്. അതിന് പകരം നീ ചീപ്പ് സെന്റിമെന്റ്സ് അവിടെ കൊടുക്കുകയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ നിന്റെ വിരിക്കുന്ന വലയെന്ന് അപ്പുറത്താണ്. They are beyond the scope of your കുന്തപ്പനാണ്ടി എന്താണ് റഡാർ. നിന്റെ റഡാർ ഇങ്ങനെ വെച്ചിട്ട് അതിലൊന്നും പിടിക്കുന്നില്ല. അപ്പൊ ഈ സുവിശേഷ റഡാറിൽ ഈ പൈസ ഉള്ളവനൊന്നും വീഴത്തില്ല. നിന്റെ റഡാർ, കുഞ്ഞൻ റഡാർ വെച്ചോ നീ ഇരിക്കും. ഈ റഡാറിൽ പതിയുന്നതാണ് മുതുകുറ്റി ചന്ദ്രന്റെ ചുറ്റികയില് അടച്ചുറപ്പുള്ള വീട്ടിൽ കഴിഞ്ഞ് ഒരുത്തനും പോയില്ല, പാവങ്ങളാ. അപ്പൊ മുതുകുറ്റി ചന്ദ്രന്റെ ചുറ്റികയുമായിട്ട് കറങ്ങി തിരിയേണ്ടവരാണോ മാർത്തോമാ സഭക്കാർ? ആണോ? നിങ്ങൾക്ക് അതിന്റെ ഗതികളുണ്ടോ? നിങ്ങൾക്ക് ജീവിക്കാൻ ചുറ്റുപാടുണ്ട്, അന്തസ്സുണ്ട്, നല്ല കഴിവുണ്ട്, മിക്കവാറും ആളുകൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ജോലിയില്ലേ ബിസിനസ് ഉണ്ട്, ബിസിനസ്സിലെ കൃഷിയുണ്ട്, എന്തെങ്കിലും വരുമാനമുണ്ട്, അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു സഭയല്ലേ മാർത്തോമക്കാർ? ഈ നാണം കെട്ട തട്ടിപ്പും വൃത്തികേടും പന്തൽ കെട്ടി കാണിക്കാൻ നിനക്കൊക്കെ നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മറ്റേ ഗതികെട്ടവന്മാരാന്നൊക്കെ യാത്രക്കാരുടെ കുറെ ഗതികെട്ടവന്മാരുണ്ട്. അവന്മാരവിടെ സെന്റ് പോൾസ് എന്നൊക്കെ പറഞ്ഞ് പാട്ടപ്പിരിവ് നടത്തി കുറെ വൃത്തികെട്ടവന്മാർ നടക്കുന്നുണ്ട്. അത് പോട്ടെ. അങ്ങനെയാണോ മാർത്തോമക്കാർ? നിങ്ങൾ അന്തസ്സുള്ള ഒരു വിഭാഗമല്ലേ? നിങ്ങൾക്ക് ഡീസന്റ് ആയിട്ട് പ്യുവർ ഗോസ്പൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? പ്രൊഫൗണ്ട് തിയോളജി അല്ലേ നിങ്ങൾ പറയേണ്ടത്? അല്ലെ? ആളുകളെ മോഹിപ്പിക്കുന്ന ഈ പ്രത്യേകിച്ച് ഭാരതം എന്നതൊക്കെ ആധ്യാത്മികതയുടെ ഒരു കേന്ദ്രമാണ്. ലോകം മുഴുവൻ ആധ്യാത്മികതയ്ക്ക് വേണ്ടി ഭാരതത്തിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം എന്താ? ഭാരതത്തിന്റെ ആധ്യാത്മികത, പ്രത്യേകിച്ച് അവരുടെ അദ്വൈത ദർശനവും ഒക്കെ ഒരു വളരെയധികം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ, പ്രത്യേകിച്ച് എലീറ്റ് ക്ലാസിനെ ആകർഷിക്കുന്നുണ്ട്. അതുപോലെ ലോകം മുഴുവൻ ഈ വളരെ വിദ്യാസമ്പന്നരായ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫിലോസഫി ബുദ്ധിസമാണ്. അത് ഇന്ത്യയിൽ നിന്നാണ്, ഒറിജിനേറ്റഡ് ഫ്രം ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ ഈ ബുദ്ധിസത്തെയും സനാതന അദ്വൈത ദർശനങ്ങളെയും അതിശയിപ്പിക്കുന്ന, അതിനോടൊപ്പമല്ല ഒരു പൊടിക്ക് താന്നിരിക്കുന്ന പൗരസ്ത്യ സുവിശേഷ ദർശനം പരമ്പരാഗതമായിട്ട് സ്വന്തമായി കൈവന്നിട്ടുള്ള ഒരു സഭ ഈ ചീപ്പ് സാധനം വിൽക്കുന്നത് ഗതികേടല്ലേ നിങ്ങളുടെ? അല്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പ്യുവർ ഓർത്തഡോക്സി, പ്യുവർ ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അത് പ്രസംഗിച്ചാൽ ഒരു ബുദ്ധിസവും ഒരു നോൺ ഡുവലിസ്റ്റിക് അല്ലെങ്കിൽ മോണിസം, ഇന്ത്യൻ മോണിസം, ഇതിനൊന്നും അതിനൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒന്ന്, അല്ലെങ്കിൽ മാറ്റിവെച്ച് നോക്കുമ്പോൾ തന്നെ ഫിലോസഫി ഇന്ത്യയിലുള്ള കമ്മ്യൂണിറ്റി ഏതാണ്? ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു എലീറ്റ് ക്ലാസ് ഇന്ത്യയിൽ. ഞാൻ എലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജാതിപരമായിട്ടൊന്നുമല്ല, ദൈക്ഷണികമായിട്ടാണ്. ഒരു ഇന്റലക്ച്വൽ എലീറ്റിസത്തെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് അവർ പറയുമ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? മുട്ടുവേദന, ചെവിവേദന, തലവേദന, പെരുപ്പ്, മരപ്പ്, വാദത്തിന്റെ പൊളിച്ചതകട്ടൽ, ഇതൊക്കെ സുഖപ്പെടുത്തുന്ന ഒരു ലാട ഗുരു ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താണ് ഇത്? ഇതാണ് നിന്റെ സുവിശേഷം? ആണോ? മാരാമൺ പോലെയുള്ള ഒരു വേദി, കാരണം
ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ഒലത്തലാണ് ഇവിടെ ഒലത്തുന്നത്. അത് ശരി. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭയങ്കരം തന്നെ. ഏടാ ഒരു 10 ബ്രാഹ്മണര് എന്നാ ഇതൊന്ന് കേട്ടാ ഈ ക്രിസ്ത്യാനികൾ എന്താ പറയുന്നത്, എന്താണ് അവരുടെ ആശയം പറയാൻ വേണ്ടി നിങ്ങളുടെ ഈ കൺവെൻഷനിൽ വന്നിരുന്ന് കേട്ടാ നിങ്ങൾ അവിടെ എന്തുട്ടാ പറഞ്ഞു? ബുദ്ധ ദർശനവും അദ്വൈത ദർശനവും ഒക്കെ ഗ്രഹിച്ചിട്ട് വാട്ട്സ് നെക്സ്റ്റ് ക്രിസ്ത്യാനികൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേട്ടേക്കാം. അപ്പൊ ഇവിടെ പോയി കേൾക്കണം. അപ്പൊ ഭയങ്കരമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്മേളനം ഇവിടെയാണ്. എന്നാ പിന്നെ ആ സമ്മേളനത്തിൽ പോയി കേട്ടേക്കാന്ന് വെച്ച് ഇവര് നിങ്ങളുടെ സമ്മേളനത്തിൽ വന്ന് കസേര പിടിച്ചിരുന്ന് ഇത് കേട്ടാൽ നിങ്ങൾ എന്താണ് ഈ ചീപ്പ് സംഗതിയല്ലേ പറയുന്നത്? അതാണോ പറയേണ്ടേ? ധനികരെയും പണ്ഡിതരെയും ഒരുപോലെ മോഹിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ മോഹനീയ സുവിശേഷം അല്ലേ നിങ്ങൾ പറയേണ്ടത്? എങ്ങനെയാണ് പ്രപഞ്ചം ഒന്നായിരിക്കുന്നത് അല്ലെ? സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അതല്ലേ യാക്കോബക്കാരന്റെ കുർബാനക്കിടയിൽ ധൂവക്കുറ്റി വാഴ്ത്തുന്നത്? കണ്ടിട്ടില്ലേ? ധൂവക്കുറ്റി എടുത്ത് അച്ഛൻ ഇങ്ങനെ പിടിക്കും, ശുശ്രൂഷകൻ അപ്പുറത്ത് നിൽക്കും, അച്ഛൻ ഇങ്ങനെ പിടിച്ച് ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി അല്ലേ? അപ്പൊ ആദ്യത്തെ ചങ്ങല എടുത്ത് വെച്ചിട്ട് പിതാവിനെ വാഴ്ത്തും. 4 ചങ്ങലകളാണ് ഈ 2 തട്ടിനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. രണ്ടാമത് എന്ത് ചെയ്യും? 2ഉം 3ഉം ചങ്ങല ഒരുമിച്ച് പിടിക്കും. അത് യേശുക്രിസ്തുവിലുള്ള ദൈവത്വവും മനുഷ്യത്വവും ചേർത്ത് പിടിച്ചിട്ട് വാഴ്ത്തുകയാണ്, പുത്രനെ വാഴ്ത്തുകയാണ്. എന്ന് പറഞ്ഞാൽ പുത്രനിൽ സ്വർഗവും ഭൂമിയും മനുഷ്യനും ദൈവവും എല്ലാം ഒന്നാകുകയാണ്. അപ്പൊ ഭേദങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. ഭേദങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നു. എല്ലാം പുത്രനിൽ ഒന്നായിത്തീരുന്നു. പുത്രനിൽ എല്ലാം ഒന്നായിത്തീരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ധൂപക്കുറ്റിക്കകത്തെ കറുത്ത് കിടക്കുന്ന കരിക്കട്ടകൾ ജ്ഞാനത്താൽ ജ്വലിക്കുന്നു. അപ്പൊ ഈ അറിവ് വരുമ്പോൾ പ്രകാശമുണ്ടാകുന്നു. ഭൂമി പ്രകാശപൂരിതമായി തീരുന്നു. സ്വർഗവും ഭൂമിയും ഒന്നായിത്തീരുന്നു. ഈ ധൂപക്കുറ്റിയുടെ മേൽത്തട്ടും കീഴ്ത്തട്ടും കൂടി, അത് പൗലോസ് എഫേസ്യരിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക എന്നുള്ള കാലസമ്പൂർണതയുടെ വ്യവസ്ഥ അതെന്തായിത്തീരുന്നു? ഈ സുവിശേഷം സുഗന്ധമായി പടരുന്നു. അതിനാണ് ധൂപക്കുറ്റി വിശ്വം സുഗന്ധം വരുന്നത്. അതാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ സുഗന്ധം ചിലർക്ക് മരണത്തിന്റെ സുഗന്ധം പോലെ തോന്നും. ഇത് സത്യവിശ്വാസത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും നിത്യജീവന്റെയും ഒന്നാകലിന്റെയും അഭേദത്തിന്റെ സുഗന്ധമായി ഇത് പരിലസിക്കുന്നു. കൂടുതൽ ഗോസ്പൽ ഒന്നും പറയാനില്ലെങ്കിലും ധൂപക്കുറ്റിവാഴ് എന്താണെന്നെങ്കിലും പ്രസംഗിച്ചാൽ ഗോസ്പൽ ആകത്തില്ലേ? ഡിസംബറിൽ യാക്കോബക്കാരുടെ വക മാമാങ്കം ഉണ്ടായിരുന്നു പുത്തൻകുരിശില്. വളരെ മോശം. ഞാനിപ്പോ മാർത്തോമാക്കാരുടെ കൺവെൻഷന്റെ കാര്യം പറഞ്ഞപ്പോ നിങ്ങളവർക്ക് ഞാൻ പക്ഷം പിടിച്ച് പറയാന്ന്, അത് കാരണം അത് പറഞ്ഞിട്ടേ കാര്യം. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു, അവിടെ ഒരുപാട് വൃത്തികെട്ടന്മാർ പാട്ടപ്പിരിവും കൊണ്ട് നടക്കുന്നുണ്ട്, സെന്റ് പോൾസ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവരെ പറ്റി പറഞ്ഞിട്ടും കാര്യമില്ല. ആഗമനാത്മകമായ നോമ്പ് അനുഭവത്തിലൂടെ സഭ പോകുമ്പോൾ ഒരു ആത്മപരിശോധനയുടെയും വിലയിരുത്തലിന്റെയും സീസണാണ് നോമ്പെന്ന് പറഞ്ഞ ചുമ്മാ ഇറച്ചി തിന്നായിരിക്കുക എന്നുള്ളതല്ല. നമ്മൾ